Next on stage, we have Team RDX. തലസ്ഥാനത്തിന്റെ പലയിടത്തായി ഞാനും കണ്ടു. സെക്രട്ടേറിയറ്റിന് മുമ്പിലും റെയിൽവേ സ്റ്റേഷനിലും തമ്പാനൂർ സ്റ്റാൻഡിലും കീറിപ്പറഞ്ഞ വേഷം, വെറ്റില മുറുക്കി കറുമ്പൽ പിടിച്ച പല്ലുകൾ, വർഷങ്ങളായി മുറിക്കാത്ത താടിയും മുടി, കറുത്ത ഷാൾ കൊണ്ട് മുഖം മറച്ചിരുന്നു. ലോകത്തിൻ്റെ കണ്ണിൽ നിന്നും തന്നെ മറച്ചിരുന്നുവെങ്കിലും തൻ്റെ കാഴ്ചപ്പാടുകളും താക്കീതുകളും ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ് നടന്ന ഒരു മനുഷ്യൻ. ലക്ഷ്യമില്ലാതെ അലഞ്ഞു നടക്കുമ്പോൾ അവൻ്റെ കയ്യിൽ നിന്നും കുറേ കടലാസുകൾ ഉണ്ടായിരുന്നു. അവൻ്റെ പൂർവ്വകാലം കൂറിയിട്ട ഏതോ മുറിവുകളുടെ അടയാളം എന്നാണ്. ചേതനയേറ്റ ജീവിതങ്ങളുടെ ജീവിക്കുന്ന പ്രതീകമായി അവൻ അലയും ഇന്നും നമുക്കിടയിൽ. അവന്റെ മകനും ഇവന്റെ മകനും മറ്റവന്റെ മകനും കൂടിയല്ലേ ഇപ്പം മലയാള സിനിമ ഉണ്ടാക്കുന്നു. ഇവിടെ എന്റേതായ സ്ഥാനം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുക്കുന്ന സ്ട്രെസ്സിനാണ്. ചിലപ്പോൾ ഞാൻ 3-4 ബിരിയാണി കൂടുതൽ കഴിച്ചു. അതിന്റെ പേരിൽ ഞാൻ തടി വെച്ച നെഗറ്റീവ് മാത്രം പറയുന്ന ചില സോഷ്യൽ മീഡിയ മേഖലയെ എന്നെ ബോഡി ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവരാണ്. ഒറ്റയ്ക്ക് വന്നവരെ കളിയാക്കുന്ന പാർട്ടികളെ, ബോഡി ഷേവിംഗ് ചെയ്യുന്ന പാർട്ടികളെ മണി 12 എന്നിട്ടും ഈ ചെക്കൻ പോത്തുപോലെ കിടന്ന് ഉറങ്ങുന്നത് കണ്ടില്ലേ? എഴുന്നേൽക്കണം. അല്ല, നീ എവിടെ വഴി കിട്ടിയെന്നാ ഈ പറയുന്നത്? ഈ ഞാൻ തൊഴിലുറപ്പിന് പോയി വഴി വെട്ടുന്നത് കൊണ്ടാണ് ഈ വീട്ടിലെ കാര്യങ്ങൾ നടന്നു പോകുന്നത്. പണിയൊന്നുമില്ല, നല്ലൊരു സ്വപ്നമായിരുന്നു കൊണ്ടുപോയി കളഞ്ഞു. നീയൊക്കെ എന്തെങ്കിലും പണിക്ക് പോയിരുന്നെങ്കിൽ എനിക്കിവിടെ വെറുതെ ഇരിക്കാമായിരുന്നു. എത്ര നാളായെന്നേ ഞാൻ പറയുന്നു, എന്തിനാ ഈ തൊഴിലുറപ്പൊക്കെ? നാളെ ലോകമറിയപ്പെടാൻ പോകുന്നൊരു നടന്റെ അമ്മയാണെന്നോ? അമ്മയുടെ പൂ പോലത്തെ കൈകൾ കല്ലച്ച മരം പോലെ. എന്തൊരു സ്നേഹം! പൊന്നാരും മോന് കാശിന് വേണമായിരിക്കല്ലേ? ഒരു 500 മണീസ് കിട്ടിയിരുന്നെങ്കിൽ, അല്ല കടമായിട്ട് കൂട്ടണ്ട, സ്നേഹത്തിന്റെ പേര് തന്നാ മതി. എന്റെ വായിന്ന് വന്നത് കേൾക്കും. 10-25 വയസ്സായ ഒരു ചെക്കനോ മുറിയോ കോർത്തിട്ടേക്കുന്ന കോലം നോക്കിയ. ഇതെന്താണ് വവ്വാല്? എടാ, ഇത് നിന്റെ ചട്ടിയില്ലടാ ആ സ്ഥലം തൂങ്ങിക്കിടക്കുന്നത്. അത് ഞാൻ ഉണക്കാനും. ദൈവമേ, ഇതൊക്കെ കാണുന്നതും ഭേദം എന്നെ മേലോട്ട് എടുത്തൂടെ? അമ്മ ഇങ്ങനെ തളരാതെ, പ്രപഞ്ചത്തിൽ അമ്മയേക്കാൾ വലിയൊരു പോരാളി ഇല്ലെന്നല്ലേ? അല്ലേ, അമ്മേ മോൻ രാവിലെ നല്ല ഫോമിലാണല്ലോ. എന്താ പരിപാടി? എത്തിയല്ലോ നിമിഷ കവി. ഇത്ര നേരമായിട്ടും കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചതേ ഉള്ളൂ. അമ്മയ്ക്ക് സുഖം തന്നെയല്ലേ? അതേടാ, ഓരോ ദിവസം കഴിയുമ്പോ സുഖം ഇങ്ങനെ കൂടിക്കൂടി വരും. അല്ല,
ഇല്ലമ്മേ, വീട്ടിലിന്ന് ഉപ്പുമാവ്. ഇവിടെ ഇന്ന് അപ്പവും മുട്ടക്കറി ഉണ്ടെന്നാ ഇവൻ പറഞ്ഞു. ആ ബെസ്റ്റ്. ഈന വെച്ചിക്ക് മരപ്പട്ടി കൂട്ട്. ദേ കഴിച്ചിട്ട് രണ്ടുപേരും കൂടി ആ പാത്രം കഴുകി വെച്ചോണം. മഹാഗുണിതൻ തപസ്സിളക്കിയ വശ്യ സൗന്ദര്യമേ, മഹാഭാരതം ഓർക്കളമാക്കിയ മനുഷ്യ ദൗർബല്യമേ, മമമിത്രത്തിൽ മയക്കം കിടത്തിയ മധുര സ്മരണകളെ, പറയൂ നിനക്കു പേരോ പ്രണയം. മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയെ പറയണം. അതൊക്കെ വിടണിയ. എന്തായിരുന്നു സ്വപ്നം? നീ അറിയാവുന്ന സ്വപ്നം. പാനിന്ത്യൻ താരം സൂപ്പർ സ്റ്റാർ റോബൻ നിന്നത്. സഹോ, ഞാൻ എന്തെങ്കിലും ഒരു സ്റ്റാർ ആവും. എന്താ സംശയം? നിന്റെ ആദ്യത്തെ പടവിടുന്ന ദിവസം ഉണ്ടല്ലോ, എന്റെ ആളിയന്റെ ഫുൾ സൈസ് പോസ്റ്റർ ഈ സിറ്റി മൊത്തം ഞാൻ വിതരണം ചെയ്യും. എന്നിട്ട് ഒരെണ്ണം ഞാൻ പൊക്കി പിടിച്ച് നടക്കുകയും ചെയ്യും. നീ കണ്ടോ? അല്ല, ഇങ്ങനെയായിരുന്നു എങ്ങനെ? എഴുന്നേറ്റിടയില്ലേ? നമുക്ക് പോണ്ടേ? ഇടയിൽ ടെൻഷൻ കാരണമാണ് ഞങ്ങൾ തുറക്കുന്നേ. ശരി, എന്തിനാണ് നീ ടെൻഷൻ അടിക്കുന്നത്? ഞാനില്ലേ? എന്നാലും ഈ ഒളിച്ചോട്ടം എന്നൊക്കെ പറയുമ്പോ വല്ല നടക്കൂടെ? നടക്കും, നമ്മൾ നടത്തും. അളിയാ, നീ വന്നേ. ഒന്ന് ആലോചിച്ചു നോക്കിയേ. അവള് കുളിച്ചൊരുങ്ങി പൂച്ചൂടി പൊട്ടു തൊട്ട് വിളക്ക് പിടിച്ച് ഗോവണിയിലൂടെ ഇങ്ങനെ മന്ദം ഇറങ്ങി വരുന്നു. ആൾക്കൂട്ടത്തിനിടയിൽ അവരുടെ കണ്ണുകൾ തിരിയുന്നത് ഒരാളെ മാത്രം. ആരെ? എന്റെ പൊന്നണിയ, നിന്നെ. ആ സൗന്ദര്യം കാണാൻ ആ നയനം നിനക്ക് മറുപടി നൽകാൻ നീ അവിടെ ഉണ്ടാകണ്ടേ? വേണം, നിന്റെ പെണ്ണിനെ നിനക്ക് സ്വന്തമാക്കണ്ടേ അളിയാ? വേണം വേണം. എന്നാ പെട്ടെന്ന് റെഡിയായിട്ട് കാമുക. ഇതിൽ പരം ഒരവസരം ഇനി നിനക്ക് കിട്ടാനില്ല. ഇന്ന് അവളുടെ വീട്ടിൽ ദീപാരാധനയാണ്. എല്ലാവരും സന്ധ്യയാവുമ്പോൾ കുടുംബക്ഷേത്രത്തിൽ പോകും. ഈ തക്കം നോക്കി നീ അവളെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കണം. അവളെ കൂട്ടി തോട്ടത്തിന് പിന്നുള്ള റോഡിലേക്ക് വരുമ്പോ ഞാൻ അവിടെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ഗിയറിൽ നിൽപ്പുണ്ടാവും. അത് കഴിഞ്ഞ് നമ്മൾ നേരെ അമ്പലത്തിലേക്ക്. അവിടെ വെച്ച് ഭഗവതിയെയും എന്നെയും സാക്ഷിയാക്കി നീ അവളെ എന്തായാലും എന്ത് പറയുന്നു? കേട്ടിരിക്കും. എന്നെ ആലോചിച്ച് നിൽക്കാതെ വേഗം വാ. ഓക്കെ ഓക്കെ.
പിടിക്കുമ്പോൾ ഉളിക്കൊമ്പേലല്ലേ പിടിക്കൂ. ഒന്ന് പോടി. അതെ, ഞാൻ കണ്ടുപിടിക്കാൻ ചിരിക്കണേ. എൻ്റെ ആൾക്ക് പൂത്ത കണ്ണം, പ്രമാണികൾ. ഇതിൽ കൂടുതൽ ഒരു പെണ്ണിന് എന്തോ വേണം. ലൈഫ് സെറ്റ്. നമ്മുടെയൊക്കെ കാര്യം എന്താകുമോ എന്തോ. അടുത്ത ഇങ്ങനെ ഒരു അടിപൊളി കല്യാണം നമ്മുടെ നാട്ടിൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ, മാറ്റി മാറ്റി കളിയാക്കിയത്. എല്ലാവരും ഒന്ന് പോയേ. ഞാനൊന്ന് റെഡിയാകട്ടെ. പൂജയ്ക്ക് വിളക്കെടുക്കുമ്പോൾ ഞാനിവിടെ എത്തിയില്ലെങ്കിലേ അച്ഛനെന്നെ കൊല്ലും. ഹലോ, നീ എവിടാ? അയ്യോ, ഇവിടെയോ? രണ്ട് മുഴുവൻ ആളുകളാ. നിനക്കൊന്ന് നേരത്തെ പറഞ്ഞൂടെ? അയ്യോ വേണ്ട വേണ്ട, ഇങ്ങോട്ട് വരണ്ട. ഒരു കാര്യം ചെയ്യ്. അവിടെ ഒരു പുകപ്പുരയില്ലേ, അതിന്റെ അടുത്ത് നിന്നാ മതി. ഞാനേ അങ്ങോട്ട് വരാം. ശബ്ദം പതുക്കി പതുക്കി എന്നാലും അവൻ എന്തിനാ ഇങ്ങോട്ട് വരണ്ടാന്ന് പറഞ്ഞു. ഇവിടെ ഉത്സവത്തിന്റെ തിരക്കല്ലേ, ആളുകളൊക്കെ ഉണ്ടാവും. ഇതല്ലേ പൂപ്പുര, ഇവിടെ നിൽക്കാനല്ലേ എന്നോട് പറഞ്ഞേ. അല്ല, ഇതിലിപ്പോ ഏതാ പൂപ്പുര? നിനക്ക് പണ്ടാരം കളിക്കാതിനോട് എന്റെ സഹോ ടെൻഷൻ കൊണ്ടാ. എന്ന് വെച്ച് എനിക്ക് ടെൻഷൻ വരുമ്പോ ഞാനിതൊന്നും ചെയ്യാറില്ലല്ലോ. അവിടെ നാളെ വലിയൊരു നടനാകേണ്ടതല്ലേ. ഈ വഴിയൊക്കെ നിർത്തിയില്ലെങ്കിൽ വലിച്ചോണ്ട് നിൽക്കത്തേ ഉള്ളൂ. ഇടം പണിയാവോ? ഇവന്റെ ഒരു കാര്യം എല്ലാം നടക്കും. ഞാനല്ലേ പറയുന്നേ. അറിയാ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. അവളെ വിളിച്ചോണ്ട് ഈ വഴി തന്നെ വേണം. ഞാൻ താഴെ റോഡിന്റെ ആ ഭാഗത്തായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ഓട്ടം, ഫസ്റ്റ് ഇയർ, അമ്പലം, കെട്ട്. അപ്പോൾ ഓൾ സെറ്റ്, ഓക്കെ അല്ലേ? രോഹൻ, നീ ഒന്നും പറയാതെ പെട്ടെന്ന്. അതൊക്കെ പറയാം. ഞാൻ എൻ്റെ മുത്തേ കണ്ടോട്ടെ. ശരിക്കും നിന്റെ സ്നേഹം ഞാൻ വല്ലാതെ മിസ് ചെയ്യും. എത്ര നാളെ വിളിച്ചു പാട്ട് കാണും. എനിക്ക് മടുത്തു. എല്ലാം ശരിയാകും, നമ്മൾ ശരിയാകും. എനിക്ക് നീല്ലാതെ പറ്റില്ല. ഇടയ്ക്കൊക്കെ ശ്വാസം നോക്കും, ചത്തുപോകുന്നവരെ തോന്നാറുണ്ട്. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ. എനിക്ക് വേണമെന്നില്ല. എന്റെ അവസാന ശ്വാസം നിലക്കുന്നവരെ എനിക്ക് നിന്നെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കണം. എന്റെ കൂടെ എന്നും നീ ഉണ്ടാകില്ലേ? എന്റെ ഈ കണ്ണുകൾ, ഈ ബന്ധം എനിക്കൊന്നുമില്ലാതെ പറ്റില്ല. ലോകത്തിൽ ഒരു ശക്തിക്ക് ഞാൻ നിന്നെ വിട്ടുകൊടുക്കില്ല. ഒരു ജീവിതം ഉണ്ടെങ്കിൽ അത് നിന്റെ കൂടെ ആയിരിക്കും, നിന്റെ കൂടെ മാത്രം. പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തു
എന്താ ഇപ്പൊ ചെയ്യ മനസമാധാനം പോയല്ലോ. അല്ല, ഇതൊക്കെ ഇങ്ങനെയാണെന്ന് നമ്മ വിചാരിച്ചില്ലല്ലോ. അമ്പലം കമ്മിറ്റി പ്രസിഡന്റ് പുറത്തിറങ്ങാൻ പറ്റില്ല. കൊള്ളാം. മനുഷ്യരുടെ നിക്കക്കല്ലില്ലാത്തപ്പോഴാണ് ആളികന്റെ ആളികന്റെ ഒരു മഹ്യസേവ. ഒരു മംഗളകർമ്മം നടക്കാൻ പറ്റില്ല. ചുമ്മാ നാട്ടുകാരോട് പറയുന്നില്ല. നീ പറഞ്ഞു കേട്ടോ, ഞാനാണ് ഇതിനെ പ്രത്യാശിക്കുന്നത്. എന്നാലും ഈ പെണ്ണിന് എങ്ങനെ തോന്നും ജാതിയും മതവും നോക്കാതെ? എന്റെ പൊന്നോ. പെൺകുട്ടികളുടെ മേൽ തള്ളാതെ കണ്ടാണ്. അതെങ്ങനെ ഇവിടെ ആർക്കും ഇതിനൊന്നും സമയമില്ലല്ലോ. ഇനി ഈ പെണ്ണ് നെഞ്ചത്തോട്ടൊക്കെ കയറിക്കോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതിനൊരു തീരുമാനം എത്ര പെട്ടെന്ന് ഉണ്ടാക്കിയേക്കണം. കണ്ട അണ്ടനെ അടകൊള്ളുന്നത് എന്റെ പിടിക്കേറ്റാൻ പറ്റില്ല. അല്ല പിന്നെ നീ എന്താ വിചാരിച്ചു? രണ്ടിനും കേട്ട് ഇവിടെ ഉറപ്പിക്കുമോ? അതിലും പേരെ ഞാൻ ഈ ഉത്തരത്തിൽ കേട്ടി തോന്നുന്നു. കുടുംബത്തിന് ചീത്ത പേരുണ്ടാക്കാൻ അവരോടെങ്കിൽ എല്ലാത്തിനും ഒന്ന് തവള. നിങ്ങൾ രണ്ടാളും ഇങ്ങനെ കടിപിടി കൂടി നാട്ടുകാരെ അറിയിച്ചിട്ട് ഒരു കാര്യമില്ല. പ്രായമായ പെൺകൊച്ചാണ്. ഞാൻ ചിലതൊക്കെ ആലോചിച്ചിട്ടുണ്ട്. തൽക്കാലം നിങ്ങളിതിൽ ഇടപെടണ്ട. ഞാൻ പോയി അവളോട് സംസാരിക്കട്ടെ. നീ ഓക്കെ അല്ലേ? നീ പറഞ്ഞ പോലെ ആ പഴയ ഫാക്ടറിക്കുള്ള പൊത്തുകാടുന്നെടുത്ത് ഓക്കെ, ഞാൻ കരുതി ബാക്കിയെല്ലാം നേരി കാണുമ്പോൾ പറയാം. ഇങ്ങ വാ. എടാ, ഇങ്ങോട്ട് വരുന്ന കാര്യം നീ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ? ഇല്ല, നീ കാര്യം പറ. എടാ, വീട്ടിലാകെ പ്രശ്നമാണ്. നമുക്ക് ഇതൊക്കെ അവസാനിപ്പിച്ചേ. നിനക്ക് ഇതൊക്കെ എങ്ങനെ പറയാൻ പറ്റുന്ന മോളെ? ജീവിക്കാനാണെങ്കിലും മരിക്കാനാണെങ്കിലും ഒരുമിച്ചായിരിക്കണം നമ്മൾ തീരുമാനിച്ചതല്ലേ? എടാ, അതൊക്കെ ശരിയാണ്. പക്ഷെ നമ്മളെന്താ ചെയ്യാ? നിന്നെ കൂട്ടിക്കൊണ്ടു പോകാനല്ലേ വന്നത്. വാ, നമുക്ക് എവിടെയെങ്കിലും പോയി സുഖമായി ജീവിക്കാം. നീ എന്താ ആലോചിക്കുന്നത്? എടാ, നീ വല്ലാതെ വേർക്കുന്നുണ്ടല്ലോ. ഇത് കുടിക്കേ. അതൊന്നും വേണ്ട. വാ, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടേക്ക് പോകണം. അതൊക്കെ പോകാം. നീ ആദ്യം ഇത് കുടിക്കേ. അമ്മ വേണ്ട, ദയവേത് അവളൊന്നും ചെയ്യണ്ട. എടാ, നമ്മുടെ മോളും മിടിക്കേടാ. മോളെ മോളുകൾ തീർക്കടാ പൊന്നിന്. ഒരു പേര് നോക്കാതെ നമ്മുടെ തറവാട്ടിൽ കയറി സമ്പത്ത്. എന്റെ ശരീരം നിശ്ചലമാകുന്നു. നീ എൻ്റെ അടുത്തുണ്ടാകും. നീ വരുമ്പോൾ ഞാൻ എൻ്റെ ഉറക്കത്തിലായിരിക്കും. നഷ്ടങ്ങൾ മാത്രം നെഞ്ചോട് ചേർത്ത് വെച്ചു. അവസാനം നീ എന്നെ ചിരിച്ചുകൊണ്ട് യാത്രയാകും. നീ കരഞ്ഞാൽ എനിക്ക് ചിരിച്ചുകൊണ്ട് യാത്രയാകാൻ സാധിക്കും. അവിടെ കൂട്ടം കൂടി നിൽക്കുന്നവർ ചോദിക്കും, ഞാൻ ആരായിരുന്നു? മടിക്കാതെ പറഞ്ഞേ, സ്നേഹിച്ച് തോറ്റുപോയ ഒരു പാവം.
பூச்சம்பகம். அம்மா, பார்க்கறதுக்கு ரொம்ப அழகா இருக்கு. பூ தேவையா? அக்கா பூ வந்து அது வந்து മോള് മലയാളത്തിൽ പേസുങ്കോ. എനിക്ക് മലയാളം നന്നായി തരും. 10 വർഷമായി കേരളത്തിൽ തന്നെ. അക്കയ്ക്ക് മലയാളം അറിയോ? അത് പിന്നെ ഈ ഗെറ്റപ്പിന്റെ കൂടെ പൂ പോകത്തില്ല. സരി 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 പറയാം. വ്യക്തമായ തെളിവെടുപ്പുകൾക്കും അന്വേഷണങ്ങൾക്കുമൊടുവിൽ കേരള പോലീസ് സത്യം പുറത്തു കൊണ്ടുവന്നു. ആദ്യഘട്ടങ്ങളിൽ രേഷ്മയുടെ അമ്മയും അമ്മാവൻ പ്രതികളായിരുന്നെങ്കിലും അവസാന ഘട്ടത്തിൽ മുഖ്യപ്രതി രേഷ്മയിലേക്ക് മാത്രം തിരിയുകയായിരുന്നു. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയാണ് രേഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചത്. കേരളത്തിൽ വധശിക്ഷ വിധിക്കപ്പെടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ സ്ത്രീ എന്ന അപകീർത്തികരമായ റെക്കോർഡും ഇതോടുകൂടി രേഷ്മയുടെ പേരിലേക്ക് ചേർക്കപ്പെട്ടു. ഒരു നിരപരാധിയായ യുവാവിന്റെ ജീവിതം അവസാനിച്ച ഈ സംഭവത്തിന് നീതി നേടിയെന്നും അത്തരം ക്രൂരതകൾ ഇനിയുണ്ടാകുമെന്നുമാണ് പൊതുജനാഭിപ്രായം. കോഴിക്കോട് യുവജനോത്സവത്തിൽ 1ാം സ്ഥാനത്ത് മോളെ കേട്ടയാ, അവൾ ചെയ്ത പാപത്തിന് അവൾക്ക് കിടച്ചാച്ചു. അറിയാതെ ജീവിക്കുന്ന പെണ്ണുങ്ങൾക്ക് ചീത്തപ്പേരുണ്ടാക്കാൻ ഓരോത്തിമാരും. മറ്റേ വേലയും വേണ്ട, ഒന്നും വേണ്ട, ഇവിടെ പേരണ്ടവാ ഉലകമേ കെട്ടുപോയാച്ചു. ഹലോ, ഹലോ. എടാ, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് നീയും വേണം, വീട്ടുകാരും വേണം. എനിക്ക് നീയില്ലാതെ ജീവിക്കാൻ പറ്റില്ല. തേച്ചിട്ട് പോകാനൊന്നും എന്നെ കിട്ടില്ല കേട്ടോ. ഞാൻ കാത്തിരിക്കും. എൻ്റെ വീട്ടുകാർ സമ്മതിക്കുന്നത് വരെ ഞാൻ കാത്തിരിക്കും. എടാ, അതെ, ഞാനേ ഇപ്പൊ കുറച്ച് ബിസിയാണ്. നാളെ കാണാം. ബൈ, ലവ് യു ഉമ്മ. ഹലോ ഡാർലിംഗ്, എല്ലാവർക്കും ആകെ ഫോണില് അതെന്തോ പരസ്യക്കാരൻ. എടാ, നമ്മളിന്ന് താജിലോട്ട് തന്നെയല്ലേ പോകുന്നത്? പിന്നെ അവിടെ ചെല്ലുമ്പോൾ പെട്ടെന്ന് വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞില്ല. പൊന്നെ, എനിക്ക് കുറച്ചധികം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുള്ളതാണ്. എൻ്റെ ഒന്ന് പോന്നു. ഇതാണല്ലോ ഇതാരാണെന്ന് അറിയില്ലല്ലേ? പാൻ-ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ രോഹിത്, എന്റെ കൂട്ടുകാരനാണ്. എന്റെ അളിയൻ രോഹിത്. ബാബാ, നമുക്ക് പോവാം. വഞ്ചരി, നിനക്കെന്തു കൊഞ്ചൽ. പാൻ-ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ എൻ്റെ അളിയൻ. പാൻ-ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ എൻ്റെ അളിയൻ രോഹൻ.
അളിയനാ. വഞ്ചകി നിനക്കെന്ത് കൊഞ്ചനാ, വഞ്ചകി വഞ്ചകി നിനക്കെന്ത് കൊഞ്ചനാണിപ്പോഴും. നെഞ്ചു പിളർന്നു നീ, നെഞ്ചു പിളർന്നു നീ, നോവിന്റെ തേൻകുടം പങ്കിട്ടെടുക്കവേ. ഏകാന്തത, എന്റെ ഏകാന്തത, എന്റെ മാത്രം